എല്ലാവരും എന്ത് പറയുന്നു? അപ്പോൾ ഇന്ന് ചീമച്ചക്ക കിട്ടി. അപ്പോൾ അതൊന്ന് തോരൻ വയ്ക്കാൻ വിചാരിച്ചുകൊണ്ടാണ്. അപ്പോൾ അത് ഞാൻ അരിഞ്ഞ് കഴുകി റെഡിയാക്കി വെച്ചേക്കുന്നുണ്ട്. അതിനകത്ത് തോരൻ അരിയുന്ന രീതി ഞാൻ അരിഞ്ഞ് വെച്ചേക്കുന്നു. ചീമച്ചക്ക ആകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ്. ചീമച്ചക്ക ആയി കഴിഞ്ഞാൽ പിന്നെ എന്നും ചീമച്ചക്ക തോരൻ, കറിയും പുഴുക്കും ചീമച്ചക്കയും കൊണ്ട് ഉപ്പേരി വരെ വറക്കാം കേട്ടോ. വറുത്ത് കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ ആ സീസൺ ആയി കഴിഞ്ഞാൽ പിന്നെ എന്നും ഇത് തന്നെയാണ്. അപ്പോൾ ചീമച്ചക്ക ഇഷ്ടമില്ലാത്തൊരാരേലും ഉണ്ടോ? ആരും കാണത്തില്ല. എല്ലാവർക്കും ചീമച്ചക്ക ഇഷ്ടമാണ്. പുഴുങ്ങി കഴിക്കാൻ തേങ്ങാപ്പീരൊക്കെ ഇട്ട് പുഴുങ്ങി കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ ഞാൻ ഇന്നലെ അത് പുഴുങ്ങി കഴിച്ചു. ഇന്ന് നമുക്ക് തോരൻ വയ്ക്കാം. അപ്പോൾ അതിന് ഞാൻ അരിഞ്ഞ് റെഡിയാക്കി വെച്ചു. ഇനി നമുക്കൊരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് റെഡിയാക്കിയിടും. അപ്പോൾ ഞാൻ ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് നമുക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. നമുക്ക് അരിഞ്ഞ് വെച്ചേക്കാം. നമുക്കിതിൻ്റെ പച്ചപ്പം ഒന്ന് മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഒന്ന് വഴറ്റിയെടുത്ത് തോരൻ വയ്ക്കുന്നതാണ് ടേസ്റ്റ് കൂടുതൽ. ഇതുപോലൊന്ന് കടുക് വറുത്ത് കഴിഞ്ഞ് ഇതുപോലൊന്ന് വഴറ്റണം. ചീമച്ചക്ക തോരനും ചമ്മന്തിയും മാത്രം മതി നമുക്ക് വയറു നിറയെ ചോറുണ്ണാൻ. ഈ ചീമച്ചക്ക ഞാൻ കിലോയ്ക്ക് 80 രൂപ കൊടുത്ത് മേടിച്ചാണ്. ഇപ്പം ചീമച്ചക്കയ്ക്ക് ഭയങ്കര വിലയാണ്. കാരണം ഇപ്പം സീസൺ അല്ലാത്തതുകൊണ്ട് ഇറങ്ങി തുടങ്ങിയില്ലല്ലോ. നമ്മുടെ പ്ലാവിലൊന്നും ചക്ക വിളഞ്ഞില്ല. അപ്പം ഇപ്പോൾ ഇറങ്ങുന്ന ചക്കയ്ക്കൊക്കെ ഭയങ്കര വിലയാണ്. കിലോ 80 രൂപ. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ചക്കയ്ക്ക് 50 രൂപ വെച്ചാൽ മേടിച്ചത്. ഈ പ്രാവശ്യം ഞാൻ 80 രൂപ കിലോ. ഭയങ്കര വിലയായിട്ട് നമുക്ക് നമ്മുടെ പ്ലാവിലൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ ഇതിനൊന്നും വില വരത്തില്ല. ഇപ്പം ഭയങ്കര വിലയാണ്. എനിക്കിഷ്ടമെന്ന് തോന്നിയല്ല, ഞാൻ ഏത് വിലയാണെന്ന് കൊടുത്താലും ഞാൻ മേടിക്കും. എത്ര വിലയാണെന്ന് പറഞ്ഞാലും എനിക്കിഷ്ടമുള്ള സാധനം ഞാൻ 80 ആണെങ്കിലും 100 ആണെങ്കിലും ഞാൻ മേടിക്കും. എനിക്കതിനും കൂട്ടിയേ പറ്റത്തുള്ളൂ. എൻ്റെ ഒരു നിർബന്ധമാണ് അത് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ മേടിച്ച് ഇന്നലെ. പക്ഷേ നല്ലതായിട്ട് വിളഞ്ഞിട്ടില്ല ഇത് കേട്ടോ. വിളഞ്ഞതെല്ലാം എല്ലാവരും കൊണ്ടുപോയി. അപ്പോൾ അതൊരു തോരൻ വയ്ക്കാൻ പരിവായതേ ഉള്ളൂ. ഒരുമാതിരി വിളഞ്ഞ ചക്ക ഞാൻ ഇന്നലെ പുഴുങ്ങി നല്ലതായിരുന്നു കേട്ടോ. അതുപോലെ തേങ്ങാപ്പീരൊക്കെ ഇട്ട് ആവിയിലിട്ട് ചക്ക പുഴുങ്ങി തിന്നണം. അവരിത് വറുത്ത് കോരിയെടുക്കാൻ നല്ലതാണ്. എല്ലാത്തിനും ബെസ്റ്റ് സാധനമാണ് ചീമച്ചക്ക. നമുക്കിതിനാവശ്യമുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഒരുപാട് കൂടി പോകരുത്. അപ്പോൾ ഇതിൻ്റെ അരപ്പ് നമുക്ക് ഇടാം. ഇതിൻ്റെ അരപ്പ് ഏതൊക്കെയെന്ന് പറയുമ്പോൾ ഞാൻ കാന്താരിയും വെളുത്തുള്ളിയും ജീരകവും കൂടെ മിക്സിക്കകത്ത് ഞാൻ അരച്ച് തേങ്ങയും കൂടെ അരച്ച് ഇട്ടേക്കാണ്. വെളുത്തുള്ളി നല്ലതായിട്ട് വെക്കി ഇറക്കണം. കാരണം ഇത് ഗ്യാസുള്ള സാധനമായതുകൊണ്ട് നമുക്ക് വെളുത്തുള്ളി നല്ലതായിട്ട് ചേർക്കണം. അപ്പോൾ നമുക്കിത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് കളറിന് വേണ്ടി അല്പം മഞ്ഞൾ കൂടി ഇട്ട് കൊടുക്കാം. ഒരുപാട് വേണ്ട. എന്നിട്ടതൊന്ന് അരപ്പ് എല്ലാം കൂടി ഇതിൻ്റെ അടിയിലോട്ട് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നമുക്കത് അടച്ച് കൊടുത്ത് ചെറിയ തീയിലിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇച്ചിരി കറിവേപ്പില ഇട്ടില്ല, കാര്യം വിട്ടുപോയി, മറന്നുപോയി കേട്ടോ. ഇച്ചിരി ഓർമ്മപ്രശ്നങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്കിത് ഇതിനകത്ത് ഇട്ട് കൊടുക്കും. ഭയങ്കര മഴയായിരുന്നു. എന്തോ മഴയായിരുന്നു. ഇത്ര ദിവസമായി മഴയൊക്കെ തുടങ്ങിയിട്ട്. ഇന്ന് ഏറെ നല്ല വെയിലുണ്ട്. തുണികളെല്ലാവരുടെയും ഇട്ട് ഉണക്കാം കേട്ടോ. എന്തോ വെയിലാണ് നോക്കിക്കേ. വെയിലുണ്ട്, ഭയങ്കര കാറ്റാണ്. എല്ലാവരും തുണി വാരിയിട്ട് ഉണങ്ങിക്കോ. അടുത്ത മഴ കുറേ ഉണ്ട്. അപ്പം നമ്മൾ ചീമച്ചക്ക തോരൻ റെഡിയായി കേട്ടോ. വെള്ളമൊക്കെ പറ്റി കനം കുറച്ച് അരിഞ്ഞുകൊണ്ട് നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഉപ്പുണ്ടോ നോക്കട്ടെ. കുഴപ്പമില്ല, ഇത് മതി വയറ് നിറച്ചും ചോറിന്. സൂപ്പർ. അപ്പോൾ അടുത്തൊരു വീഡിയോ വരാൻ വരാമേ.